ദേവി നടന്ന് പറഞ്ഞു നോക്കട്ടെ. അതായത് ഈ വീട്ടില് സ്വർണ്ണം ഇരിക്കണ്ടോ? ആ സ്വർണം ഈ വീട്ടിന് നാശാന്നാണ് ഇപ്പൊ ദേവി പറയണത്. എവിടെ അന്ത ശ്രീധനായിട്ട് തന്ന സ്വർണ്ണം ഇരിപ്പുണ്ട്. അത് പറഞ്ഞൊന്നും തന്നില്ല, പറ്റിച്ചു. ഒന്നുമല്ല, മുഴുവൻ കൊടുത്തതാ. കല്യാണം കഴിഞ്ഞ 5-ാമത്തെ ദിവസം കൊണ്ട് പണയം വെച്ചതാണ്. എവിടെ ആങ്ങളെ ഗൾഫിലേക്കാണ് പണയം വെച്ചത്? ഒന്നും മിണ്ടായിരുന്നോ? എത്ര വർഷമായി തിരിച്ചെടുത്ത് തന്നിട്ടില്ലല്ലോ. കേൾക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ തർക്ക ഈ സ്വർണ്ണം ഇവിടെ കൊടുത്ത് ശുദ്ധീകരിക്കുന്നവരെ തീരില്ലാട്ടോ. ദേവി ആവശ്യപ്പെടുന്നു. സ്വർണ്ണം ഇവിടെ കൊടുത്ത് ഇല്ലെങ്കിൽ തർക്ക പോയി എടുത്തിട്ട് വാ. നിന്റെ സ്വർണ്ണല്ലേ നീ പോയി എടുത്തിട്ടോ? ഞാൻ എടുക്കാൻ പോയിട്ട് അതിൽ നീ കുറഞ്ഞെന്ന് നീ കുറ്റം പറയാം. ഏട്ടാ, എനിക്ക് നടുവേദനയാണ്, എണീക്കാൻ പറ്റില്ല. പോയി എടുത്തിട്ട് വാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്താ അത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ തീർന്നു. നിനക്കല്ലേ അത്യാവശ്യം, പോയി എടുത്തോണ്ട് വാ. ഇന്ന് എന്നെ എണീപ്പിക്കും. ആ, എണീറ്റ് പോ. എന്താ ചെയ്യാ ദേവി? ഇവിടെ തന്തയുണ്ടല്ലോ, സ്വർണ്ണപ്പണയത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരെ നിങ്ങൾക്ക് പറ്റിച്ച സ്വർണ്ണം എനിക്ക് തന്ന അതിന്റെ ശാപമായിരിക്കും എനിക്ക് തോന്നുന്നു. വിശ്വാസത്തോടുകൂടി എന്റെ തരണ്ട, അങ്ങോട്ട് കൊടുക്കല്ലേ. നിന്റെ കൈ കൊടുക്കും. ദേവി രക്ഷിക്കണേ, ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കി തരണേ. എന്റെ പണയം വെച്ച സ്വർണ്ണമൊക്കെ തിരിച്ചെടുത്തു തരാൻ തോന്നിക്കണേ. ദേവി സ്വർണം കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യണ്ട്? സ്പർശിക്കില്ല. അല്ല, ഞാൻ ഇതിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയും ദേവി. കുടത്തിൽ നിക്ഷേപിക്കും. ഈ കോടത്തില് ദേവി പറഞ്ഞ അത്ര ദിവസം ഇതിൽ നിക്ഷേപിച്ച് വയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇത് അത്ര ദിവസം പറയും ദേവി. 60 ദിവസം കഴിയാണ്ട് ഇത് തൊടാൻ പാടില്ല. ഇത് ഈ വീട്ടുകാർ തൊടണോണ്ട് കുഴപ്പമുണ്ടോ ദേവി? സർവനാശാണ്. ഈ കുളത്തിന്റെ മുകളിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഈ കുടുംബത്തിനാണ് നാശാണ്. അപ്പൊ ഈ 61 ദിവസം കഴിയുന്നവരെ നിങ്ങൾ ഈ കുളത്തിൽ തൊടുക, ഈ ആഭരണം നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. ആഭരണത്തെ കുറിച്ചിട്ട്, സ്വർണത്തിനെ കുറിച്ചുള്ള ചിന്ത പോലും പാടില്ല. വീട്ടിൽ ഇനി ഒരു സ്വർണം മേടിക്കുന്നതിനെ കുറിച്ച് 61 ദിവസം നിങ്ങൾ ചിന്തിക്കരുത്. ഈ സ്വർണം നിങ്ങൾ തൊടാനും പാടില്ല 61 ദിവസം. ദേവി ഇനി എന്താ ചെയ്യുന്നത് അവരോടൊന്ന് പറയും. മകളുടെ ശരീരത്തിലെ സർവാഭരണങ്ങളും കുടത്തിൽ നിക്ഷേപിക്കൂ. എല്ലാ സ്വർണ്ണവും കൊടുക്കും. സ്വർണ്ണം അല്ലാതെ വേണ്ട, സ്വർണ്ണം മാത്രം മതി. സ്വർണത്തിന്റെ കാര്യം പറയുമ്പോൾ മുക്ക് വേണ്ട, ഊരിന്റെ കാര്യമില്ലോ. ദേവി കൽപ്പിക്കുന്നു. ഊരിന്റെ ദേവി എല്ലാം എടുത്ത് തരികയാണ്. ഈ ശരീരത്തിലുള്ളത് മുഴുവൻ ഈ കുടത്തിലിട്ടുണ്ട് ദേവി. ആ കുടത്തില് കുടം കെട്ടുകയാണ്. അതെ, ഭദ്രമാക്കുകയാണ്. വെല്ലുണ്ടാക്കി ദേവി പറഞ്ഞ സ്വർണം മുഴുവൻ കുടത്തിലാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് പറയൂ ദേവി. മക്കളെ കണ്ണടച്ച് ധ്യാനിക്കൂ. കണ്ണടക്കി മകളുടെ ദുഃഖങ്ങൾ ദേവി ആരായുന്നു. കണ്ണടക്കി. ഇപ്പൊ നല്ല സമയമാണ്, പ്രാർത്ഥന ഏറ്റവും നല്ല സമയമാണ് ദേവി. യാതൊരു കാരണവശാലും കണ്ണ് തുറക്കരുത്. നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കും. കണ്ണ് ഒട്ടും തുറക്കരുത്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ്. പ്രാർത്ഥിക്കും, നന്നായി ദേവി. കർമ്മങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു ദേവി. മകളുടെ സങ്കടങ്ങൾ ദേവി ആരായുന്നു. എനിക്ക് ആകെ ഒരു സങ്കടമുണ്ട്. ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കി തരണം. എന്നെ ഉപദ്രവിക്കും. ദേവിക്ക് കേൾക്കണോ? കല്യാണം കഴിഞ്ഞ 5-ാമത്തെ ദിവസം എന്റെ വളയും കമ്മലും അങ്ങനെ ഏതാണ്ടൊക്കെ കൊണ്ട് പണയം വെച്ചതാണ്. ഗൾഫിൽ പോകാനാണ് ദേവി. നല്ല കള്ളം പറയണ്ട ദേവി, എന്നെ രക്ഷിക്കണം ദേവി. ദേവി എല്ലാം കേട്ടിരിക്കുന്നു. ഇന്നേ 61 നാൾ സർവശാന്തി. 61 ദിവസം കഴിയുമ്പോ നിങ്ങളുടെ വീട്ടിൽ ശാന്തിയും സമാധാനം ഉണ്ടാവുന്ന പറയുന്നത് ദേവി. ദേവി കർമ്മങ്ങൾ ഏതാണ്ട് കഴിഞ്ഞു ദേവി. ഇനി കണ്ണു തുറക്കാൻ പറയൂ ദേവി. ദേവി കണ്ണു തുറക്കാൻ പറയൂ ദേവി. കണ്ണു തുറന്നോ ദേവി. ഇത് ദേവി ഇറങ്ങിപ്പോയി. ആ കണ്ണു തുറന്നോ. ദക്ഷിണ വെക്കണം. 1000 കൊടുത്താൽ മതിയോ? 1000 പോരാ, 2000 വേണം. ഇപ്പൊ ആപ്പാടിന്റെ 2000 രൂപയേ ഉള്ളൂ. ഇത്ര നേരം പൂജ ചെയ്തിട്ട് ദേവിക്ക് പൈസ കാണിക്കണം നിങ്ങള്. അയ്യോ, ദേവിക്ക് കാശ് കൊടുക്ക്. വണ്ടി കാശേ ഉള്ളൂ. അങ്ങനെയല്ല,
ദക്ഷിണ വെക്കാനാണ്. ആയിക്കോട്ടെ, എന്തായാലും ദേവി മേടിക്കില്ല, ഇങ്ങോട്ട് തന്നോളി. നിങ്ങൾ സന്തോഷിച്ച് തന്നല്ലേ. ദേവാ, ഓ എന്താ അല്ല ദാസ, ഈ 61 ദിവസം കഴിയുമ്പം ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരു പരിഹാരം കാണുമല്ലോ അല്ലേ? എന്താ സംശയം? 61 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാ വ്യാധികളും തീരും. സർവൈശ്വര്യ സിദ്ധി ഉണ്ടാവുന്ന പറഞ്ഞു.